കേവലം ഒരു വംശീയ കലാപം എന്നതിനപ്പുറം വടക്ക് കിഴക്കൻ അതിർത്തികളിൽ നടക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു രാജ്യാന്തര നിഴൽ യുദ്ധമാണോ? അതെ എന്ന് അടിവരയിടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഈ അച്ചുതണ്ടിനെ വേരോടെ പിഴുതെറിയാൻ, മണിപ്പൂരിനെ പൂർണ്ണമായും ക്ലീൻ ആക്കാൻ കേന്ദ്ര സർക്കാരും സുരക്ഷാ സേനയും കളത്തിലിറങ്ങി കഴിഞ്ഞു. ഇന്നലെ മണിപ്പൂരിനെ നടുക്കിക്കൊണ്ട് നടന്ന വമ്പൻ റെയ്ഡും വെടിവെപ്പും ഒടുവിൽ 67 അത്യാധുനിക മാരകായുധങ്ങൾ പിടിച്ചെടുത്തതുമൊക്കെ ഒരു തുടക്കം മാത്രമാണ്. മണിപ്പൂരിലെ ലാംഡങ്ങിലുള്ള യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് അഥവാ UNLFP-യുടെ അനധികൃത ക്യാമ്പിലാണ് മണിപ്പൂർ പോലീസും ആസം റൈഫിൾസും CRPF-ഉം ചേർന്നുള്ള സംയുക്ത സേന മിന്നൽ പരിശോധന നടത്തിയത്. റെയ്ഡിനിടെ സായുധ സംഘങ്ങൾ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ ഈ ആക്രമണത്തെ അതിവിദഗ്ധമായി നേരിട്ട സുരക്ഷാ സേന കോക്ചായ് സ്വദേശി ഹെയ്ഷ്നാം തോമസ് സിംഗ്, ലാംഷാങ് സ്വദേശി അരംബാം ടോം സിംഗ് എന്നിവരെ ആദ്യം കീഴടക്കി. തുടർന്ന് സേനയ്ക്ക് നേരെ വെടിയുതിർത്ത 2 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. AK സീരീസ്, M സീരീസ് റൈഫിളുകൾ, സ്നൈപ്പർ, RPG-7 ലോഞ്ചർ, ആന്റി ഡ്രോൺ ജാമറുകൾ എന്നിവയുൾപ്പെടെ 67ഓളം മാരകായുധങ്ങളും വൻ സ്ഫോടക ശേഖരവുമാണ് സേന കണ്ടെടുത്തത്. UNLFP-യുടെ നേതാവ് ലാൻസ് കോർപ്പറൽ നവോറം ബിജോയുടെ നിർദ്ദേശപ്രകാരം ഈ ആയുധങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കാൻ വന്നവരായിരുന്നു പിടിയിലായവർ. എന്തിനാണ് ഇവർ പോലീസിന്റെ ആയുധപ്പുരകളിൽ നിന്നും മറ്റും ഈ ആയുധങ്ങൾ കൊള്ളയടിക്കുന്നത്? അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഇവരുടെ പശ്ചാത്തലം അറിയണം. 1964 രൂപീകരിക്കപ്പെട്ട UNLF-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് മണിപ്പൂരിനെ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് രാജ്യമായി മാറ്റുക എന്നതാണ്. കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ ഭീകര സംഘടന കൊള്ളയടിച്ച ആയുധങ്ങൾ വിറ്റ് കോടികൾ സമ്പാദിക്കുകയും വ്യവസായികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഈ പണം എവിടേക്കാണ് ഒഴുകുന്നത് എന്ന് അന്വേഷിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കള്ളക്കടത്തിലൂടെയും ഭീഷണിപ്പെടുത്തലിലൂടെയും സമ്പാദിക്കുന്ന കോടിക്കണക്കിന് രൂപ നേരെ പോകുന്നത് വിദേശത്തേക്കാണ്. 2023 മാത്രം മ്യാൻമറിലേക്കുള്ള രഹസ്യ യാത്രകൾക്കും അത്യാധുനിക ഡ്രോണുകൾ വാങ്ങുന്നതിനും ഈ ഭീകരർ കോടികൾ ഒഴുക്കിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ഇതിനെല്ലാം ചരട് വലിക്കുന്നതോ സാക്ഷാൽ ചൈനയും. മണിപ്പൂരിലെ സായുധ സംഘങ്ങൾ ഉപയോഗിക്കുന്ന AK സീരീസ് റൈഫിളുകളും RPG ലോഞ്ചറുകളുമെല്ലാം ചൈനീസ് നിർമ്മിതമാണ്. മ്യാൻമർ വഴിയാണ് ഇവ അതിർത്തി കിടക്കുന്നത്. ഇന്ത്യക്കെതിരെ പോരാടാൻ UNLF, PLA, NSCN-K തുടങ്ങിയ വടക്ക് കിഴക്കൻ വിഘടനവാദികളെ എല്ലാം ഒരുമിപ്പിച്ച് സംയുക്ത ഭീകര ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ചൈനീസ് ഏജൻസികൾ മ്യാൻമറിലൂടെ രഹസ്യമായി ഫണ്ടും പരിശീലനവും നൽകുന്നുണ്ട്. മണിപ്പൂർ എപ്പോഴും കത്തിയെരിഞ്ഞാൽ അതിർത്തികളിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാം എന്ന തന്ത്രപരമായിട്ടുള്ള ചൈനീസ് ബുദ്ധിയാണ് ഇതിന് പിന്നിൽ. എന്നാൽ ചൈനീസ് ഇന്റലിജൻസിന്റെയും ഈ വിഘടനവാദികളുടെയും കണക്കുകൂട്ടലുകൾ അപ്പാടെ തകർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഓപ്പറേഷൻ ശക്തമാക്കിയിരിക്കുന്നത്. മണിപ്പൂരിൽ നടന്ന ഈ ആയുധവേട്ട വെറുമൊരു റെയ്ഡല്ല, മറിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഊറ്റിക്കുടിക്കുന്ന, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ രാജ്യാന്തര ഭീകര ശൃംഖലയുടെ നെഞ്ചത്തേക്കുള്ള സുരക്ഷാ സേനയുടെ വമ്പൻ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. രാജ്യസുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയെയും ഇന്ത്യൻ മണ്ണിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ അതിശക്തമായിട്ടുള്ള താക്കീതാണ് ഈ ഓപ്പറേഷൻ. ന്യൂസ് ഡെസ്ക്.